പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം, 10 ആണോ 100 ആണോ, എത്ര എണ്ണം? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കെട്ട് 4 പൊട്ടിക്കണം. ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ എന്താടാ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. അങ്ങനെ പറയരുത്. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. അതായത് മനസ്സിലായി. ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ, ഒറിജിനൽ വരുന്നതേ ഇല്ല. ആരാണെന്ന് അറിയില്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. ഇനി നീ എങ്ങാനും കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ജയരാജേട്ടൻ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പോരാളി ഷാജി ഉണ്ടോ? അറിയില്ല. വെറുതെ അല്ലെങ്കിൽ പ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവില്ല. ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഏത് നമ്മുടെ റഹീമിനോട്, ഈ എരണം കെട്ടവൻ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യം എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? വല്ലാതെ അഹങ്കരിക്കരുത് റഹീമെ. തെറ്റ് കണ്ടാൽ വിമർശിക്കും. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. പാർട്ടിയുടെ ശമ്പളം വേണ്ട പോരാളി ഷാജി. അല്ല അപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിയമം പോലീസിൽ അറിയിച്ചില്ല? പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ. അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. വടകരയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ.